Hi friends, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിങ്ങിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ. നമ്മുടെ സൈക്കിൾ എങ്ങനെ പഞ്ചർ ഒട്ടിക്കാമെന്നതിനെ കുറിച്ചാണ്. ഞാനിന്ന് റൈഡ് പോയപ്പോൾ എൻ്റെ സൈക്കിൾ പഞ്ചറായി. നമ്മുടെ സൈക്കിൾ പഞ്ചറായി കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ട്രാ ട്യൂബ് എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോരുക. വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ സമയമുള്ളതുപോലെ നമുക്ക് പഞ്ചർ ഒട്ടിക്കാൻ പറ്റും കേട്ടോ. പഞ്ചർ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഓൺലൈനിൽ കയറി നോക്കിയിട്ട് ഒട്ടിക്കാമെന്ന് ഓർത്തു. ഞാൻ ഓൺലൈനിൽ കയറി നോക്കി, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി വീഡിയോസൊന്നും ഞാൻ കണ്ടില്ല. എന്നാൽ പിന്നെ ഈ പ്രാവശ്യം പഞ്ചർ ഒട്ടിക്കുന്നതിനെ കുറിച്ച് ആയിക്കോട്ടെ എന്ന് ഓർത്തു. നമ്മുടെ ബാക്കിലെ ടയറാണ് പഞ്ചറായിരിക്കുന്നത്. നമുക്കിന്നവനെ ഒട്ടിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു പഞ്ചർ കിറ്റ് കരുതുക. ഈ പഞ്ചർ കിറ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ പഞ്ചർ കിറ്റ് വെച്ച് നമുക്കൊരു 6 പഞ്ചർ നല്ല സൂപ്പറായിട്ട് ഒട്ടിക്കാം. അടിപൊളി പഞ്ചർ കിറ്റാണ് കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കണ്ടോ, ഇവിടെ നമ്മുടെ വീല് ഈ പഞ്ചറായിട്ടുണ്ട്. ഇതാണ് നമുക്കിന്ന് ഒട്ടിക്കേണ്ടത്. ആദ്യമേ തന്നെ പഞ്ചർ ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് സൈക്കിൾ ഇങ്ങനെ നേരെ അപ്പ് ഡൗൺ ആയിട്ട് വെക്കണം. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് സൈക്കിൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കണം. ഇങ്ങനെ വെച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വീല് ഈസിയായിട്ട് ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സൈക്കിൾ വഴി സൈഡിൽ വെച്ച് പഞ്ചറാവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു എക്സ്ട്രാ ട്യൂബ് എപ്പോഴും ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ എക്സ്ട്രാ ട്യൂബ് എടുത്തിട്ട് സൈക്കിള് കാറ്റടിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വെച്ച് പഞ്ചർ ഒട്ടിക്കുന്നതായിരിക്കും എപ്പോഴും സൗകര്യം കേട്ടോ. പഞ്ചർ ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ വി ബ്രേക്ക് റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി ഈ ക്ലിപ്പിൽ നിന്ന് ഇത് ഊരിയിട്ടാൽ മതിയാവും. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിലെ വീല് ഊരണം. ആദ്യമേ തന്നെ ഞാനിവിടെ കാരിയർ ഊരി മാറ്റുന്നു. 2 സൈഡും ഊരുക ആദ്യം. അതിനുശേഷം 2 സൈഡിലെയും കാരിയറിൻ്റെ അവിടെ നിന്ന് വലിച്ച് പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം വീല് പതുക്കെ മുകളിലേക്ക് വലിക്കുക. അത് കഴിഞ്ഞ് ചെയിൻ പതുക്കെ മാറ്റി കൊടുക്കുക. നമ്മുടെ വീല് നമുക്ക് ഊരിയെടുക്കാൻ പറ്റി. ഇതാണ് കേട്ടോ നമ്മുടെ ഒരു വീല്. ഈ വീലാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ നമ്മുടെ പഞ്ചർ കിറ്റിനകത്ത് ഇതുപോലെ വീൽ റിമൂവൽ ടൂൾ ഉണ്ടാവും. അതെടുത്ത് നമ്മൾ പതുക്കെ വീല് ഓപ്പൺ ചെയ്യുക, വീല് തുറക്കുക, എന്നിട്ട് പതുക്കെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യുക. സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരറ്റം നമ്മുടെ റിമ്മേൽ ഇതുപോലെ പിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം മറ്റേ വേറൊരു ടൂളുണ്ടാവും, 2 ടൂളുണ്ടാവും. ആ ടൂളെടുത്ത് ഫ്രണ്ടിലേക്ക് നമ്മൾ ഇതുപോലെ സ്ലൈഡ് ചെയ്യുക. സ്ലൈഡ് ചെയ്ത് പതുക്കെ ഇതുപോലെ വീല് പുറത്തേക്ക് എടുക്കുക. കണ്ടോ, ഈ കാണുന്നത് പോലെ. കണ്ടില്ല, നമ്മുടെ വീലിവിടെ ഊരി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാറ്റടിക്കുന്ന ഭാഗത്തുനിന്ന് ട്യൂബ് പതുക്കെ ഇതുപോലെ ഊരി എടുക്കണം കേട്ടോ. ട്യൂബെല്ലാം ഊരി കഴിഞ്ഞിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒന്ന് നോക്കണം, ഓടിച്ച് നോക്കണം അതിനകത്ത് എന്തെങ്കിലും ആണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇതാണ് കേട്ടോ ഹാൻഡ് പമ്പ്. ഞാൻ ഹാൻഡ് പമ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റൈഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കൂടെ കൊണ്ടുപോകാനും പറ്റും. പിന്നെ അത്യാവശ്യം കാറ്റ് കുറഞ്ഞാൽ തന്നെ നമുക്ക് കാറ്റടിക്കാനും ഇതുപോലെ പഞ്ചറായി കഴിഞ്ഞാൽ നമുക്ക് ട്യൂബിൽ കാറ്റടിക്കാനും ഒക്കെ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ട്യൂബിലേക്ക് കാറ്റടിച്ച് നോക്കുക. ഈ രീതിയിൽ നിങ്ങൾ പഞ്ചർ ഒട്ടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എവിടെയാണ് ഇത് വന്നെന്ന്, എവിടെയാണ് പഞ്ചറായെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ആദ്യമേ കാറ്റടിച്ചതിന് ശേഷം ഈ ട്യൂബിൻ്റെ ചുറ്റും ജസ്റ്റ് ഒന്ന് കൈ ഓടിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് ശരിക്കും പഞ്ചറായി എന്ന് നമുക്കറിയാൻ പറ്റും. നമ്മുടെ കയ്യിലേക്ക് കാറ്റടിക്കും. കാണിച്ചു തരാം കേട്ടോ. കാറ്റടിച്ചതിന് ശേഷം നിങ്ങൾ പതുക്കെ ഈ ട്യൂബിൻ്റെ മേളിലൂടെ പതുക്കെ കൈ ഒന്ന് ഇങ്ങനെ ഓടിച്ച് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ കയ്യിലേക്ക് കാറ്റടിക്കുന്നുണ്ടാവും.
അവിടെ തന്നെയാണ് പഞ്ചറെന്ന് നമുക്ക് ഉറപ്പിക്കുക. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പഞ്ചർ. ഈ പഞ്ചറാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. ഈ രീതിയിൽ നമ്മൾ പഞ്ചർ ഒട്ടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ വെള്ളമൊന്നും എടുക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കുക എവിടെയാണ് പഞ്ചർ എന്നുള്ളത്. കണ്ടോ, ഇതാണ് നമ്മുടെ പഞ്ചർ. ഇതാണ് നമ്മുടെ പഞ്ചർ കിറ്റിനകത്ത് കിട്ടുന്ന സാധനങ്ങൾ. പശ ഉണ്ടാവും, 6 പഞ്ചർ ഒട്ടിക്കാനുള്ള എല്ലാം ഉണ്ടാവും, പിന്നെ ഒരു സാൻഡ് പേപ്പർ ഉണ്ടാവും. ആദ്യം തന്നെ നമ്മൾ ആദ്യം അടിച്ച എയർ കളയുക. അപ്പോൾ നമ്മുടെ സാൻഡ് പേപ്പർ എടുത്ത് നമ്മുടെ പഞ്ചറായ ഭാഗത്ത് ശരിക്കും മിനുസപ്പെടുത്തി കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ പഞ്ചർ കറക്റ്റായിട്ട് ഒട്ടത്തുള്ളൂ കേട്ടോ, ഈ കാണുന്നത് പോലെ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതുപോലെ പശയൊക്കെ തേച്ചിട്ട് ഇതുപോലെ സർക്കുലർ മോഷനിൽ നമ്മൾ ചെറിയതായിട്ട് തേച്ച് പിടിപ്പിക്കുക പഞ്ചറായ സ്ഥലത്തേക്ക്. ഈ രീതി പതുക്കെ തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ആ പശ പതുക്കെ ഒരു ചെറുതായിട്ടൊരു ഡ്രൈനസ് ആയി വരും. കണ്ടില്ലേ, ഈ ഒരു ഭാഗം ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പഞ്ചർ കിറ്റിനകത്തെ ഒരു പഞ്ചർ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു കിറ്റ് എടുത്ത് പതുക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം പതുക്കെ അതിന് മേളിലൊരു പ്ലാസ്റ്റിക് ഉണ്ടാവും. ആ പ്ലാസ്റ്റിക് നമുക്ക് പതുക്കെ ഇതുപോലെ വലിച്ചിഞ്ഞെടുക്കാവുന്നതാണ്. കണ്ടോ, നമ്മുടെ പഞ്ചർ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഒരു പഞ്ചർ ഒട്ടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് വലിയ ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റി ഒന്നുമല്ല. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കേസേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു പഞ്ചർ കിറ്റ് ഉണ്ടായിരിക്കണം. ഇതിനുവേണ്ടി നിങ്ങൾക്ക് ഷോപ്പുകളിൽ പോകേണ്ടതൊന്നും ആവശ്യമില്ല. കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ശരിക്കും പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നിങ്ങൾ മറന്നു പോകരുത്. പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് ആ പ്ലാസ്റ്റിക് പതുക്കെ പൊളിഞ്ഞു പോരും. നമ്മുടെ ട്യൂബ് തിരിച്ചിടുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ. പൗഡർ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിലേക്ക് നല്ല സ്മൂത്ത്നെസ് കിട്ടും. അത് മാത്രമല്ല, പിന്നെ ഓടുന്ന സമയത്താണേലും അങ്ങനെ പെട്ടെന്ന് പഞ്ചർ ആകത്തുമില്ല കേട്ടോ. ഇതുപോലെ നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കുക പഞ്ചർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാറ്റടിക്കുന്ന ഭാഗം ആദ്യം റിമ്മിനകത്തേക്ക് കയറ്റുക. അതിനുശേഷം പതുക്കെ ഓരോ സൈഡ് ഞെക്കി ഈ കാണുന്ന പോലെ കയറ്റി കൊടുക്കുക. ട്യൂബ് ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടയർ കറക്റ്റായിട്ട് നമ്മുടെ റിമ്മിലേക്ക് കയറും. കണ്ടില്ലേ, ഇതുപോലെ. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പഞ്ചർ കിറ്റിൻ്റെ കൂടെ കിട്ടിയ ട്യൂബിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ടയർ കറക്റ്റായിട്ട് റിമ്മിലേക്ക് വീഴും. അതിനുശേഷം ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കുക. അപ്പോഴത്തേക്കും ട്യൂബ് ടയറിനകത്ത് കറക്റ്റായിട്ട് വീഴും. അതിനുശേഷം നമ്മുടെ വീലെടുത്ത് അതിലേക്ക് ചെയിൻ ഇട്ട ശേഷം ആ ബാക്ക് വീലിൻ്റെ ആ പോർഷനിലേക്ക് ജസ്റ്റ് ഒന്ന് തള്ളിക്കൊടുത്താൽ മതിയാവും. നമ്മുടെ വീല് കറക്റ്റായി വീഴും. അതിനുശേഷം ബാക്കി സ്ക്രൂ ഒക്കെ അതുപോലെ തന്നെ തിരിച്ചിട്ട് എല്ലാം ഫിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സൈക്കിളുടെ പഞ്ചറൊക്കെ ഒട്ടിച്ച് റെഡിയായി. നിങ്ങളുടെ വീട്ടിൽ ഇനി സൈക്കിളൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒട്ടിക്കാം കേട്ടോ. വെരി സിമ്പിൾ പ്രൊസീജിയറാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോസ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ see you soon. Stay tuned. Bye bye.